ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനം ആശംസിക്കുന്നു. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പിറവി തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 13-ാം ദിനം പിന്നിട്ട് നമ്മൾ 14-ാം ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നിരന്തരം ഹൃദയത്തിൽ മുഴങ്ങുന്ന സുഹൃത ജപത്തിന്റെയും അകമ്പടിയോടെ നോമ്പിന്റെ ചൈതന്യത്തോടും കൂടെ നമ്മൾ പുണ്യപ്പെട്ട മറ്റൊരു ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഇനി വളരെ കുറച്ചു ദിവസങ്ങൾ കൂടി മാത്രമേ ഈശോയുടെ പിറവി തിരുനാളിനായിട്ട് അവശേഷിക്കുന്നുള്ളൂ. നമുക്ക് തീക്ഷ്ണമായിട്ട് ഒരുങ്ങണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യമാണ്. എലിസബത്ത് പരിശുദ്ധാത്മാവനാൽ നിറയപ്പെട്ട് പരിശുദ്ധ അമ്മയെ കുറിച്ച് സംസാരിക്കുക. അതിങ്ങനെയാണ്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആരാണ് ഭാഗ്യവാൻ? ആരാണൊരു ഭാഗ്യവതി? ഈ ചോദ്യത്തിന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായ എലിസബത്തിന്റെ ആധാരത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രയോഗം ഒരു ഉത്തരമായി ഭവിക്കുന്നുണ്ട്. ആ ഉത്തരം ഇങ്ങനെയാണ്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് നിറവേറുന്നവ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവളാണോ നീ? അങ്ങനെയെങ്കിൽ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതൊന്നും തന്നെ നിറവേറാതിരിക്കുകയില്ല. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് പറയാറുണ്ട്, വചനത്തിൽ അങ്ങനെ പലതും പറയും, അതൊക്കെ ജീവിക്കാനായിട്ട് ആര് പറ്റും? അതൊക്കെ ജീവിതത്തിൽ നിറവേറുക അത് അസാധ്യമാണ്. അച്ഛന്മാരും സിസ്റ്റേഴ്സും ശുശ്രൂഷകരും പലരും അങ്ങനെ പലതും വചന പ്രഘോഷണത്തിൽ പറയും, അതൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഈ രീതിയിൽ ചോദ്യം ഉന്നയിക്കുന്നവർ ഒരുപാട് പേര് ഈ കാലഘട്ടത്തിൽ വളരുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്തിന്റെ അത്തരത്തിൽ നിന്ന് പുറപ്പെടുത്ത വചനം ശ്രദ്ധിക്കുക: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ചില കാര്യങ്ങൾ, ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് നിറവേറുമെന്ന് നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, നമ്മൾ എല്ലാവരോടും വചനത്തിൽ പറയുകയാണ്, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. പൂർണ്ണമായും സമയം പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളൊരു ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കുക എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ വചനം, അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറപ്പെടുന്ന ഒരു വചനം തന്നെയാണ്, ജീവിക്കാനായിട്ട് പറ്റുന്ന ഒരു വചനം തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതുതന്നെ എന്റെ ഒരു ഭാഗ്യമാണ്. മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അവർക്ക് തന്നെ ചെയ്തു കൊടുക്കുവിനെന്നുള്ള ഈശോയുടെ വചനം, അത് നിറവേറ്റാൻ പറ്റുമെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ, 1 മൈൽ ദൂരം നടക്കാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ 2 മൈൽ ദൂരം നടക്കാൻ തീർച്ചയായിട്ടും പറ്റും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, മേലങ്കി കൊടുക്കുന്നവന് എന്റെ കുപ്പായം കൂടിയും കൊടുക്കാനായിട്ട് പറ്റും, മേലങ്കി ചോദിക്കുന്നവന്, മേലങ്കി എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നവന് എന്റെ കുപ്പായം കൂടെ കൊടുക്കാനായിട്ട് പറ്റുന്ന കാര്യം തന്നെയാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് എന്റെ ഭാഗ്യമായിട്ട് തന്നെ പരിണമിക്കും. അതായത് ദൈവവചനത്തിലെ നിസ്സാരങ്ങൾ എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ചിലത് വെല്ലുവിളിക്കുന്നവയാണ് എന്ന് തോന്നിച്ചാലും അതും ജീവിക്കാനായിട്ട് പറ്റുമെന്ന് വിശ്വസിച്ചാൽ, ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. പരിശുദ്ധാത്മാവ് തന്റെ പ്രചോദനത്താൽ നമ്മെ നിയന്ത്രിക്കട്ടെ. വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം ജീവിക്കാനായിട്ട് പറ്റുന്നതാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കുളിരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ, അങ്ങയെ ഞാൻ മുത്തുന്നു, അങ്ങയെ ഞാൻ തഴുകുന്നു, അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ.